പിന്നീട് ശ്രീ യുവരാജ് ഗൂഗിൾ നമ്മോടൊപ്പം ചേരുകയാണ്. യുവരാജ്, മലപ്പുറത്ത് ആടിന്റെ തലയേർത്ത് ജിഹാദികളുടെ ആഹ്ലാദ പ്രകടനമാണ് ഉണ്ടായത്. തവനൂരിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ പ്രതിഷേധം, വിമർശനങ്ങൾ ശക്തമായ ഒരു സാഹചര്യത്തിൽ ഇതൊരു തരിപ്പിന് ചെയ്തതാണ് എന്നുള്ള വിശദീകരണവുമായാണ് നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു? അല്ല, ഇത് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വിക്ടറി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ വിക്ടറിയോ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള ഒരു വിക്ടറിയോ ഒന്നുമല്ല UDF നേടിയിരിക്കുന്നത്. UDF പച്ചയ്ക്ക് മതം പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ കൃത്യമായിട്ടും എല്ലാ മുസ്ലിം സംഘടനകൾക്കിടയിലും ഒരു ഒരു അടിയൊഴുക്ക് സൃഷ്ടിച്ചുകൊണ്ട് നമ്മളാരും പുറമേക്ക് കാണാത്ത തരത്തിലുള്ള വലിയൊരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണ് ഇവിടെ നേടിയിരിക്കുന്നത്. അതിന്റെ തിക്തഫലം കേരളം അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിന്റെ തുടക്കം മാത്രമാണ് നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിലൂടെയും ഇത്തരത്തിലുള്ള നീചമായിട്ടുള്ള പ്രവർത്തികളിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ നേടിയിരിക്കുന്ന വിജയം മതം പറഞ്ഞുകൊണ്ടുള്ള മതത്തിന്റെ വിജയമാണ് അവർ നേടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന നാളുകളിൽ കേരളം അതിനുള്ള വലിയ വില നൽകാൻ പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത്. യുവരാജ്, ഇവിടെ ഈ കോൺഗ്രസ് UDF അധികാരത്തിൽ എത്തുമ്പോൾ അവർ അധികാരത്തിന്റെ ഓരോ കരിനീക്കങ്ങളും നടത്തുമ്പോൾ അതിന് കൃത്യമായി നിർദ്ദേശം നൽകുന്നത് മുസ്ലിം ലീഗാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അത്രത്തോളം മേധാവിത്വം UDFൽ മുസ്ലിം ലീഗിനുണ്ട്. ഈ മുസ്ലിം ലീഗ് എന്നുള്ള സംഘടനയ്ക്ക് SDPI നേതാക്കളുമായും വെൽഫെയർ പാർട്ടി നേതാക്കളുമായും മറ്റ് ജിഹാദി ശക്തി നേതാക്കളുമായുള്ള ബാന്ധവം വ്യക്തവുമാണ്. അതുകൊണ്ട് തന്നെ അവർ പറയും കോൺഗ്രസ് അനുസരിക്കും, അവർ പറയും അധികാരം നീങ്ങും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നല്ല, തീർത്തും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിന്റെ പൊതുസമൂഹം? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. കാരണം ഈ പറയുന്ന പല മുസ്ലിം സംഘടനകളും അവർ പരസ്പരം യോജിപ്പില്ല എന്ന് തോന്നുമ്പോഴും അവർക്കിടയിലുള്ള ഒരു അടിയൊഴുക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അന്തർധാര എന്ന് പറയുന്നത് അത്രയേറെ ശക്തമായിട്ട് നിൽക്കുകയാണ്. അപ്പോ തീർച്ചയായിട്ടും വരാൻ പോകുന്നത് ഒരു മുസ്ലിം ബ്രദർഹുഡിന്റെ ഭരണമാണ് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അതിനകത്ത് തെറ്റ് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. കാരണം അവർക്ക് മതപരമായിട്ടുള്ള അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന തരത്തിൽ അവരുടെ കയ്യിൽ ചട്ടുകമായിട്ട് നിൽക്കുന്ന ഒരു ഭരണം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായിരുന്നു. SDPയെ സംബന്ധിച്ചാവട്ടെ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചാവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളെ സംബന്ധിച്ചാവട്ടെ, അവർക്കൊരിക്കലും നേരിട്ട് അധികാരത്തിലേക്ക് വരാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് അവർ കൃത്യമായിട്ടും അവരുടെ ഒരു മുഖമായിട്ട്, ഒരു മോഡറേറ്റ് മുഖം എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗിനെ പ്രതിഷ്ഠിക്കുകയും ആ മുസ്ലിം ലീഗിലൂടെ അവരുടെ അജണ്ട നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ഭരണം തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ നയം എന്ന് പറയുന്നത്. SDPI പ്രത്യക്ഷത്തിൽ CPMന്റെ കൂടെ നിൽക്കുകയും CPM ഒരു നാണവുമില്ലാതെ SDPIയുടെ വോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ടൊരു ബാന്ധം ഉണ്ടാക്കാൻ പോയത് ഒരു പക്ഷേ UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ, ഇടതുപക്ഷമാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ തങ്ങളുടെ ഒരു ക്ലെയിമും തങ്ങളുടെ ഒരു പിടിയും അവിടെ കിടക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് SDPI CPMുമായിട്ട് ഒരു പരസ്യമായിട്ടുള്ള ഒരു ബാന്ധവത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. അല്ലാത്ത പക്ഷം ഇവരെല്ലാവരും ഏതാണ്ട് ഒരുപോലെ നിന്നുകൊണ്ട് അടിത്തട്ടിൽ UDFനെ സഹായിച്ചു എന്നുള്ളതാണ് വോട്ട് എണ്ണിക്കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മുന്നണികളും ഒരു നാണവുമില്ലാണ്ട് ഈ പറയുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പ്രീണിപ്പിക്കുവാൻ പോയതിന്റെ തിക്തഫലങ്ങള് കേരളം വരും ദിവസങ്ങളിൽ അനുഭവിക്കുവാൻ പോകുന്നതേ ഉള്ളൂ. അതിന്റെ നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ കണ്ണിന്റെ മുമ്പിലുള്ള ഒരു കാഴ്ച മാത്രമാണ് പാണക്കാട് തറവാട്ടിൽ നിന്നുള്ള നിയന്ത്രണം. അടിത്തട്ടി നടക്കുന്ന സംഭവങ്ങൾ അതിനേക്കാൾ വളരെ രൂക്ഷമാണ്.